നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 അജ്ഞാനത്തിന്റെ തമസിൽ ആണ്ടുപോയ ഭാരതഭൂമിയെ ഒരു ജ്ഞാനസൂര്യനായി അവതരിച്ച് ഉദ്ധരിച്ച മഹാത്മാവാണ് ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യർ. ശ്രീശങ്കരന്റെ തിഷണ സ്പർശിക്കാത്ത ഒരു വിഷയവും ദാർശനിക മേഖലയിലില്ല. എഴുതേണ്ടതെല്ലാം എഴുതി 16-ാം വയസ്സിൽ നാരായം താഴെ വെച്ചു എന്നാണ് വിശ്വാസം. 16-കാരൻ എഴുതിയതാകട്ടെ ലോകമെങ്ങുമുള്ള ദാർശനികരെ ഇന്നും പ്രകമ്പനം കൊള്ളിക്കുന്നതാണ്. ശാസ്ത്രത്തിൻ്റെയും അനുഭവത്തിൻ്റെയും വെളിച്ചത്തിൽ സംശയത്തിനിടയില്ലാതെ അദ്ദേഹം ഭാഷ്യങ്ങളിൽ എഴുതി. അതുകൊണ്ടാണ് തത്വശാസ്ത്രത്തിൻ്റെ മേഖലയിൽ ആചാര്യ ഭഗവത് പാദർക്ക് പറയാൻ കഴിയാത്ത വല്ലതും ഈ ഭൂമുഖത്ത് മറ്റൊരാചാര്യന് പറഞ്ഞു തരാനാകില്ലെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. അദ്വൈതിയായ ശ്രീശങ്കരൻ മഹാഗണപതി തുടങ്ങി ഹനുമാൻ വരെയുള്ള മൂർത്തികളെ സ്തുതിച്ച് രചിച്ചിട്ടുള്ള സ്തോത്രങ്ങൾ അനശ്വരങ്ങളാണ്. ക്ഷേത്രപൂജാ വിധികളും സന്യാസ സമ്പ്രദായങ്ങളും ചിട്ടപ്പെടുത്തി സനാതനധർമ്മത്തെ അദ്ദേഹം ഉദ്ധരിച്ചു. ലോകത്ത് പർവ്വതങ്ങളുടെ ചക്രവർത്തി ഹിമവാനാണെങ്കിൽ പണ്ഡിതരുടെ ചക്രവർത്തിയാണ് ശ്രീ ശങ്കരാചാര്യർ. ഭാരതത്തെ ആധ്യാത്മികവും ഭൂമിശാസ്ത്രപരമായും അഖണ്ഡമെന്ന സങ്കല്പം നൽകിയത് ശ്രീ ശങ്കരസ്വാമികളാണ്. ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യരെ മനസ്സാ സ്മരിച്ചുകൊണ്ട് നമുക്ക് ശ്രീ കാവാലം ശ്രീകുമാർ മനീഷ പഞ്ചകം ആലപിക്കുന്നത് കേൾക്കാം. കിം ഗംഗാംബുനി ബിംബിതേംബരമണൗ ചണ്ഡാലവീധീപയ പൂരേവാന്തരമസ്തി കാഞ്ചനഘടീമൃത് കുംഭയോർവാംബരേ പ്രത്യഗ് വസ്തുനി നിസ്തരംഗസഹജാനന്ദാവബോധാംബുധൗ വിപ്രോയം ശ്വപജോയമിത്യപി മഹാൻ കോയം വിഭേദഭ്രമഃ കിം ഗംഗാംബുനി ബിംബിതേംബരമണൗ ചണ്ഡാലവീധീപയ പൂരേവാന്തരമസ്തി കാഞ്ചനഘടീമൃത് കുംഭയോർവാംബരേ പ്രത്യഗ് വസ്തുനി നിസ്തരംഗസഹജാനന്ദാവബോധാംബുധൗ വിപ്രോയം ശ്വപജോയമിത്യപി മഹാൻ കോയം വിഭേദഭ്രമഃ. തുടർന്ന് ശങ്കരസ്തോത്രാമൃതം. ആത്മസ്വരൂപ വിചാരത്തോടെ സർവഭേദ ദൃഷ്ടികളെയും നിരസിച്ച് ആത്മനിഷ്ഠയിൽ കഴിയാനാണ് മനീഷാ പഞ്ചകത്തിലെ ആദ്യ ശ്ലോകത്തിൽ ആചാര്യൻ ഉപദേശിക്കുന്നത്. മനുഷ്യരിൽ തന്നെ അജ്ഞാനകൽപ്പിത ഭേദങ്ങൾ വച്ചുകൊണ്ടിരിക്കെ എങ്ങനെ ഒരാൾക്ക് അദ്വൈത സാക്ഷാത്കാരത്തിലെത്താൻ കഴിയും?
ശരീരത്തിലെ കാൽപ്പനിക ഭേദങ്ങളൊന്നും ആത്മാവിലില്ലെന്ന് സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ശങ്കര സ്തോത്രാമൃതത്തിൽ നമുക്ക് കേൾക്കാം. മനീഷാ പഞ്ചകത്തിൽ ജാഗ്രസ്വപ്ന സുഷുപ്തിഷു എന്ന് തുടങ്ങുന്ന പഞ്ചകത്തിന് മുമ്പായി പഠിക്കപ്പെടുന്നൊരു ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ചണ്ടാളനോട് മാറി നിൽക്കാൻ പറഞ്ഞു ശങ്കരാചാര്യസ്വാമികൾ എന്ന് കഥകൾ മെനഞ്ഞെടുത്ത ആൾക്കാർ ചണ്ടാളൻ ചോദിക്കുന്നതായിട്ട് പറയുന്ന ഒരു വാക്യമായിട്ട് ഈ ശ്ലോകത്തെ മാനിക്കുന്നുണ്ട്. അഥവാ ഭേദബുദ്ധിയെ നിരസിക്കുന്ന ആചാര്യപാദങ്ങളുടെ വാക്യമായിട്ടും ഈ ശ്ലോകത്തെ മാനിക്കാം. നമ്മളത് കഴിഞ്ഞ പ്രാവശ്യം ചിന്തിക്കാൻ ആരംഭിച്ചു. ഗംഗാജലത്തിൽ പ്രതിബിംബിച്ച ചന്ദ്രൻ, ചണ്ടാളന്മാർ വിനിയോഗിക്കുന്ന വഴിയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ പ്രതിബിംബിച്ച ചന്ദ്രൻ, ഇവ തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? മറുപടി ഇല്ല എന്നാണ്. സ്വർണം കൊണ്ടുണ്ടാക്കിയ കുടത്തിലെ ആകാശം, മണ്ണുകൊണ്ടുണ്ടാക്കിയ കുടത്തിലെ ആകാശം, ഇവ തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ എന്നാണ് രണ്ടാമത്തെ ചോദ്യം. അതിന് മറുപടി ഇല്ല എന്നാണ്. ആകാശം ഏകമാണ്. ഒരിക്കലും ഘടം ആകാശത്തെ പരിമിതമാക്കുന്നില്ല. ഇനി ലോകദൃഷ്ടിയ ഘടാകാശമെന്ന് പറഞ്ഞാൽ പോലും സ്വർണ്ണഘടത്തിലോ മൺകുടത്തിലോ ഉള്ള ആകാശത്തിന് ഭേദമില്ല. അതുപോലെ പ്രത്യക് വസ്തുവിൽ, പ്രത്യേകാത്മാവിൽ എൻ്റെ പ്രത്യേകാത്മാവ് നിൻ്റെ പ്രത്യേകാത്മാവ് എന്ന് വ്യത്യാസമില്ല. ആത്മസ്വരൂപം ഏകമാണ്. അതുകൊണ്ട് പറയുകയാണ്, എങ്ങനെയുള്ളതാണ് പ്രത്യേകാത്മാവ്? നിസ്തരംഗ സഹജാനന്ദാവബോധാംബുധിയാണ്. നിസ്തരംഗമായ, തരംഗങ്ങളില്ലാത്ത, വികൃതികളില്ലാത്ത, യാതൊരുവിധ വികാരഭേദങ്ങളുമില്ലാത്ത, അഥവാ ജന്മ ജരാരോഗമൃത്യു തുടങ്ങിയ ഒരു വികൃതിയുമില്ലാത്ത, തരംഗമില്ലാത്ത, സുഖം ദുഃഖം മാന അപമാനം തുടങ്ങിയ ഭേദങ്ങളില്ലാത്ത, സകല ഭേദങ്ങളെയും നിരസിക്കുന്ന ശബ്ദമാണ് നിസ്തരംഗ ശബ്ദം. അപ്പം നിസ്തരംഗമായ സഹജാനന്ദാവബോധാംബുധിയിൽ, സഹജാനന്ദമാകുന്ന സമുദ്രത്തിൽ, ഇപ്പോൾ തരംഗശബ്ദം വിനിയോഗിക്കുന്നത് അമ്പുധിയായിട്ട് ഉപമിച്ചത് കൊണ്ടാണ്. അമ്പുധി സമുദ്രം, സമുദ്രത്തിൽ തരംഗമുണ്ടല്ലോ. അപ്പോൾ ആനന്ദസമുദ്രം, പ്രത്യേകാത്മാവ് ആനന്ദസമുദ്രമാണ്. അളവറ്റ ഭാവത്തെ കാണിക്കാനാണ് സമുദ്രത്തോട് ഉപമിച്ചത്. അപ്പോൾ യാതൊരുവിധ തരംഗങ്ങളും ചലനങ്ങളുമില്ലാത്ത സഹജമായ ആനന്ദസമുദ്രം, സഹജമായ ആനന്ദസമുദ്രം. എന്തെങ്കിലും ചെയ്ത് നേടുന്ന ആനന്ദമല്ല, എവിടെയെങ്കിലും പ്രാപിച്ചു നേടുന്ന ആനന്ദമല്ല, സഹജമായ ആനന്ദം, ആത്മാവിൻ്റെ സ്വതഭാവം, അതാണ് ആനന്ദം. അങ്ങനെയുള്ള ആനന്ദസമുദ്രത്തിൽ വിപ്രോയം, അയം വിപ്രഹ, ഇവൻ ബ്രാഹ്മണനാണ്. അയം ശ്വപചഹ, ഇവൻ ശ്വപജനാണ്. ശ്വപജൻ ശ്വാവിനെ പാകം ചെയ്യുന്നവൻ, ചണ്ടാളൻ, പട്ടിയെ വേവിച്ച് കഴിക്കുന്നവൻ. ഈ ഒരു വിഭേദഭ്രമ കഹ, ഈ ഭേദബുദ്ധി എവിടുന്ന് വരുന്നു? എവിടുന്നാണ് ഈ ഭേദബുദ്ധി വരുന്നത്? ഇത് ബ്രാഹ്മണനാണ്, ഇത് ചണ്ടാളനാണെന്നുള്ള ഭേദബുദ്ധി എവിടുന്ന് വരുന്നു? അതാണ് വിപ്രോയം ശ്വപചോയമിത്യഭിമഹാൻ കോയം വിഭേദഭ്രമ. ഈ വിഭേദഭ്രമം കഹ, എന്താണിത്? ഇതെവിടുന്ന് വരുന്നു? എന്തർത്ഥശൂന്യമാണ്. ഉപാധികളെ ചിന്തിച്ചാൽ വ്യത്യാസമുണ്ടെന്നിരിക്കട്ടെ, ആ ഉപാധികളുടെ വ്യത്യാസത്താൽ ചൈതന്യത്തിന് വ്യത്യാസം ഉണ്ടാവുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ചൈതന്യത്തിൽ വ്യത്യാസമില്ലെന്നും അത് അഭേദ സ്വരൂപമാണെന്നും കാണിക്കാനാണ് ഗംഗാജലത്തിൽ പ്രതിബിംബിച്ച ചന്ദ്രനും ചണ്ടാളവീഥി പയപ്പൂരത്തിൽ, ചണ്ടാളവീഥിയിൽ കെട്ടിക്കിടക്കുന്ന ജലാശയത്തിൽ പ്രതിബിംബിച്ച ചന്ദ്രനും ഒരു ഭേദവും ഇല്ലല്ലോ. അതുപോലെ സ്വർണ്ണകലശത്തിൻ്റെ ആകാശത്തിലും മൺകലശത്തിൻ്റെ ആകാശത്തിലും എന്തെങ്കിലും ഭേദമുണ്ടോ? ഇല്ല. ആകാശം ഏകമാണ്. ഇതുപോലെ ശരീരോപാധിയുടെ വ്യത്യാസമനുസരിച്ച് ഇയാൾ ബ്രാഹ്മണനാണ്, ഇയാൾ ശ്വപചനാണെന്ന് പറയപ്പെട്ടാൽ ആ ശരീരഭേദങ്ങളിൽ കുടികൊള്ളുന്ന ആത്മചൈതന്യത്തിന് ഭേദമുണ്ടോ? ഇല്ല. എന്നിരിക്കെ
അയം വിഭേദഭ്രമ മഹാൻ കഹ. ഈ വലിയ വിഭേദഭ്രമം എന്തുകൊണ്ടാണ് വരുന്നത്? മാറി നിൽക്കൂ എന്നാണല്ലോ പറഞ്ഞത്. മാറി നിൽക്കൂ എന്ന് പറയണമെങ്കിൽ മറ്റൊന്നിനെ നികൃഷ്ടമായി കാണണം, ഒന്നിനെ ഉത്കൃഷ്ടമായി കാണണം. ഈ ഉത്കൃഷ്ട നികൃഷ്ട ഭേദം എവിടുന്ന് വന്നു? ആത്മാവിൽ ഭേദമില്ലല്ലോ. ആത്മാവ് ഏകമാണ്, അദ്വിതീയമാണ്. ആ ആത്മാവാകട്ടെ സഹജാനന്ദാവും അമ്പുധിയാണ്, അവബോധാംബുധിയാണ്. സഹജമായ ആനന്ദത്തിൻ്റെയും അമ്പുധിയാണ്, ബോധത്തിൻ്റെയും. ആനന്ദവും ചിത്തും സഹജമായി തന്നെ നിലനിൽക്കുന്നതായതുകൊണ്ട് സത്തും. അങ്ങനെ സത്തും ചിത്തും ആനന്ദവും എന്ന സ്വരൂപത്തോടു കൂടിയ പ്രത്യേകാത്മാവിൽ എങ്ങനെയാണ് ഭേദകൽപ്പന വരുന്നത്? ഇതാണ് ചോദ്യം. ഇപ്പോൾ രണ്ട് രീതിയിൽ ഈ ചോദ്യത്തെ നമുക്ക് സമീപിക്കാം. ഒന്ന്, ചണ്ഡാളരൂപിയായ ശിവൻ ആചാര്യരോട് ചോദിക്കുന്നതായിട്ട് മനസ്സിലാക്കാം, എങ്ങനെയാണ് ഈ വിഭേദഭ്രമം വരുന്നതെന്ന്. അല്ലെങ്കിൽ ഭേദബുദ്ധിയെല്ലാം അകന്ന ശങ്കരാചാര്യർ ചൊല്ലി ശിഷ്യരെ അടക്കം കേൾപ്പിച്ചുകൊണ്ട് ചൊല്ലിയതായിട്ടും എടുക്കാം. ഈ രണ്ട് രീതിയിലും വ്യാഖ്യാനമുണ്ട്. അതേതു തന്നെയായാലും ഈ ശ്ലോകം അത്യുത്കൃഷ്ടമാണ്, വേദാന്തത്തിൻ്റെ സാരത്തെ നമുക്ക് ബോധിപ്പിക്കുന്നതാണ്. ആ നിലയ്ക്ക് നമുക്കിതിനെ ആദരിക്കാം. എന്നാൽ മനീഷാ പഞ്ചകം എന്ന കൃതി ജാഗ്രസ്വപ്ന സുഷുപ്തിഷു എന്ന് മുതൽക്കാണ് തുടങ്ങുന്നത്. ആ കൃതിക്ക് ഈ ജാതിഭേദത്തിൻ്റെ മറ്റും കുപ്പായ ഇടിയിപ്പിച്ചത് കഥ മെനയുന്നതിൽ സമർത്ഥന്മാരായ നമ്മളാണ്. ആ കഥ അസ്വീകാര്യവുമാണ്. നമുക്ക് എന്താണ് അദ്വൈത ആചാര്യൻ്റെ ഏകത്വബോധം, അത് ക്രമമായി പഠിക്കാം തുടർന്ന് വരുന്ന 5 ശ്ലോകങ്ങളിലൂടെ. അത് അടുത്ത പ്രാവശ്യമാകട്ടെ. അടുത്തതായി സനാതനധർമ്മം. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ഈ ശ്ലോകം വളരെ പ്രസിദ്ധമാണ്. ദശമസ്കന്ധത്തിലെ പൂർവാർദ്ധത്തിലുള്ള 24-ാമത്തെ ശ്ലോകം. ആസീനഃ സംവിശം തിഷ്ഠൻ ഭുഞ്ജാന പര്യടൻ മഹീം ചിന്തയാനോ ഋഷീകേശ അപശ്യത്തന്മയം ജഗത്. ആസീനഃ സംവിശം തിഷ്ഠൻ ഭുഞ്ജാന പര്യടൻ മഹീം ചിന്തയാനോ ഋഷീകേശം അപശ്യത്തന്മയം ജഗത്. മുകളിൽ പറഞ്ഞിരിക്കുന്ന ഇതിനു മുമ്പ് പല ശ്ലോകങ്ങളിലൂടെ വ്യക്തമാക്കിയിരിക്കുന്ന പറഞ്ഞ വിധം പേടി കൊണ്ടാണ് വിചാരിച്ചത് എങ്കിലും ആ കംസന് യോഗിജനങ്ങൾക്ക് കൂടി ദുർലഭമായിരിക്കുന്ന അവസ്ഥയെ സ്ഥിതിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ആസീനഃ സ്ഥിതി ചെയ്യുന്നവനും, സംവിശൻ കിടക്കുന്നവനും, തിഷ്ഠൻ നിൽക്കുന്നവനും, ഭുഞ്ജാനക ഭക്ഷിക്കുന്നവനും, മഹീം ഭൂമിയെ, പര്യടൻ 4 ഭാഗത്തും സഞ്ചരിക്കുന്നവനും, ഋഷീകേശം വിഷ്ണുവിനെ ചിന്തയാന ചിന്തിക്കുന്നവനുമായിട്ട് ജഗത് ലോകത്തെ തന്മയം തസ്വരൂപമായി അപശ്യത് കണ്ടു. താൻ ഒരു ദിക്കിലിരിക്കുമ്പോൾ, നിൽക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, 4 ഭാഗത്തും സഞ്ചരിക്കുമ്പോൾ ശ്രീഹരിയെ തന്നെ വിചാരിച്ചു കൊണ്ടിരുന്ന് കംസന സർവജനങ്ങളുടെയും ഇന്ദ്രിയ വ്യാപാരങ്ങൾക്ക് സാക്ഷിയായിരിക്കുന്ന ആ ഭഗവാനെ തന്നെ മനസ്സിലിങ്ങനെ വിചാരം ചെയ്തുകൊണ്ടിരുന്നു കംസൻ ദേശഭക്തി കൊണ്ട്. ഇങ്ങനെ ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിച്ച് ഏകാന്തവാസത്തിലിരുന്ന് യോഗികൾ ധ്യാനാവസ്ഥയിൽ ഭഗവാനെ ദർശിക്കുന്നത് പോലെ ഈ കംസനും എന്ത് ചെയ്ത് വിദ്വേഷഭക്തി കൊണ്ട് എപ്പോഴും സദാ ഭഗവത് ചിന്തയിൽ ആമഗ്നനായി യോഗികൾ പ്രാപിക്കുന്ന അവസ്ഥയെ വിദ്വേഷഭക്തി കൊണ്ട് പ്രാപിച്ചു എന്ന് സമർത്ഥിക്കുകയാണ്. ഭഗവാന്റെ ആ രൂപത്തെ കണ്ടു എന്നാണ് ഇവിടെ പറയുന്നത്. തത്സ്വരൂപം ജഗത് ലോകത്തെ തന്മയം തത്സ്വരൂപമായി അപശ്യത് കണ്ടു എന്ന് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഹൃദയകമല മധ്യത്തിലാണ് യോഗികൾ ഭഗവാനെ ധ്യാനിച്ചുറപ്പിച്ച് കാണുന്നത്. ഇതുപോലെ ഹൃദയകമല മധ്യത്തിൽ
ഭഗവത് രൂപം എവിടെ എവിടെ, കാണുന്നവരിൽ ഭഗവത് രൂപം ഉണ്ടോ, കേൾക്കുന്നവരിൽ കേൾക്കുന്ന ശബ്ദത്തിലുണ്ടോ, ഇങ്ങനെ നാനാ ദിക്കുകളിലും അന്വേഷണം ആരംഭിച്ചു കംസൻ. എവിടെയാണ് ഭഗവത് രൂപമുള്ള? വിദ്വേഷഭക്തി കൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരുന്നു. അർത്ഥം നമ്മളോട് സൂചിപ്പിക്കുന്നത് ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അത് ഭഗവത്മയമെന്ന് വിചാരം ചെയ്തുകൊണ്ട് അങ്ങനെ ഉള്ള ഭക്തിയെയാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഈ വക അനുഭവജ്ഞാനത്തോടു കൂടിയ ഭക്തി ഉണ്ടാകുക. അതായത് അനുഭൂതി ഉണ്ടാകുക. യോഗികൾക്ക് എപ്രകാരം ഭഗവത് അനുഭവം ഉണ്ടായോ അതേപോലത്തെ ഭക്തി നമ്മളിൽ ഉണ്ടാകുന്നെങ്കിൽ അത് എങ്ങനെയാണ്? ഈ അനുഭവ സമ്പത്തോടു കൂടി മാത്രമേ വരുള്ളൂ. എങ്ങനെ? എല്ലാത്തിലും ഉണ്ണുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ തന്നെ ഭഗവത്മയമാണ് ഈ ലോകമെന്ന് വിചാരം ചെയ്തുകൊണ്ട് അവിടെയുണ്ടോ ഭഗവാൻ, ഇവിടെയുണ്ടോ ഭഗവാൻ, ഞാൻ പറഞ്ഞതിലുണ്ടോ, ഞാൻ കേട്ടതിലുണ്ടോ, ഞാൻ വിചാരിക്കുന്നതിലുണ്ടോ എന്നൊക്കെ ഉറപ്പിച്ചുകൊണ്ട് ഭഗവത് ചിന്ത തന്നെ കംസൻ്റെ മനസ്സിനകത്തുണ്ടായി. അതുകൊണ്ട് കംസൻ എപ്രകാരമാണോ ഇങ്ങനെ വിചാരം ചെയ്ത് യോഗികളുടെ അവസ്ഥയെ പ്രാപിച്ചത് അതേപോലത്തെ അവസ്ഥ നമുക്കും പ്രാപിക്കാൻ ഇടവരണം. കംസൻ്റെ വിദ്വേഷഭക്തിയല്ല, പ്രേമഭക്തി തന്നെ ആയിക്കൊള്ളട്ടെ. സർവകർമ്മത്തിലും ആ പ്രേമഭക്തി വ്യാപരിക്കാൻ ഇടവരണം. ബ്രഹ്മാഭവശ്ച തത്രൈത്യ മുനിഭിർ നാരദാദിഭിः ദേവേസാനുചരൈനാഗം സാഗം ഗീർഭിർ വിഷണമയിടയൻ. പറയുക, ബ്രഹ്മാവും ഭവഃ ച പരമശിവനും നാരദാദിഭിः നാരദനാദികളായ മുനികളോടും സാനുചരൈഹി അനുചരന്മാരോടുകൂടി ദേവൈഹി സാഗം ദേവന്മാരോടുകൂടി തത്ര അവിടെ ഏത്യ പ്രാപിച്ചിട്ട് ഗീർഭിഹി വാക്കുകൾ കൊണ്ട് വൃഷണം ഇഷ്ടദേവതയായ ഹരിയെ ഐഡയൻ സ്തുതിച്ചു. ദേവകിയെയും വസുദേവനെയും ബന്ധിച്ചിരിക്കുന്ന മുറിയിലെ ബ്രഹ്മാവും പരമശിവനും നാരദാദികളുമായിരിക്കുന്ന മുനികളോടും ഗന്ധർവാദികളാകുന്ന അനുചരന്മാരോടുകൂടി ദേവന്മാരോടുകൂടി വന്ന് അഭീഷ്ടത്തെ വർഷിക്കുന്ന ശ്രീഹരിയെ വേദവാക്കുകൾ കൊണ്ട് സ്തുതിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈശ്വരൻ എവിടെ ഇരുന്നാലും അവിടെ എല്ലാവരും ആ ഐശ്വര്യത്തെ തേടി എത്തിക്കൊള്ളൂ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഇവിടെ വെളിപ്പെടുത്തുന്നത്. ബ്രഹ്മാവും ശിവനും മഹർഷിമാരും ദേവന്മാരും എല്ലാവരും പ്രത്യേകം സ്തുതിച്ചു എന്ന് കാണിക്കുന്നു ഇവിടെ. അപ്പം ഇത് ഒരു നമ്മുടെ ഭക്തിയിൽ പ്രത്യേകം സ്തുതി ചെയ്ത് അവരനുഗ്രഹം വാങ്ങിച്ചതുപോലെ നമ്മുടെ ഉള്ളിലും ഭഗവാനെ ഏതൊക്കെ പ്രകാരത്തിൽ സ്തുതിക്കാവോ, ഏതൊക്കെ പ്രകാരത്തിൽ പ്രാർത്ഥിക്കാവോ ആ രീതിയിലെല്ലാം പ്രാർത്ഥിച്ച് ഭഗവത് അനുഗ്രഹം നേടാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. അപ്പം ഭഗവാൻ പറയുകയാണ്, സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യമൃത സത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്നാഹ. പറയാം, സത്യവ്രതം സത്യമായ വ്രതത്തോടും സത്യപരം ദേവന്മാർ പറയാണ് സത്യമായ പ്രാപ്യസ്ഥാനത്തോടു കൂടിയും ത്രിസത്യം 3 കാലങ്ങളിലും സത്യമായിരിക്കുന്നവനും സത്യസ്യ ഭൂതഭഞ്ജകത്തിൻ്റെ യോനിയും കാരണമായിരിക്കുന്ന സത്യത്തിൽ നിഹിതം ച വർത്തിക്കുന്നവനും സത്യസ്യ സത്യത്തിൻ്റെ സത്യമായും ഹൃദ സത്യനേത്രം സത്യവാക്കിനെയും സമദർശനത്തിനെയും പ്രാപിക്കുന്നവനുമായ സത്യാത്മകം സത്യസ്വരൂപനുമായിരിക്കുന്ന ത്വാം നിൻ തിരുവടിയെ ശരണം രക്ഷിച്ചവനായിട്ട് പ്രാപിക്കുന്നവരായി ഭവിക്കുന്നു. ഭഗവാന്റെ സ്വരൂപത്തെക്കുറിച്ച് വിവരിക്കുകയാണ്. അതായത് അങ്ങ് സങ്കല്പത്തിന് ഒരിക്കലും മിഥ്യാത്വം ഭവിക്കാത്തതിനാൽ ഭഗവാന്റെ സങ്കല്പം ഒരിക്കലും മിഥ്യാത്വമല്ല. അതുകൊണ്ട് തന്നെ ഭഗവാൻ ആരാണ്? സത്യവ്രതനാകുന്നു. ഭഗവാൻ സത്യവ്രതനാണ്. സങ്കല്പം മിഥ്യയാകുന്നവരാണ് സത്യവ്രതരാകാത്തത്. സങ്കല്പം ഭഗവാൻ്റെത് മിഥ്യയാകാത്തതുകൊണ്ട് ഭഗവാൻ സത്യവ്രതനാകുന്നു. പിന്നെയോ സത്യമാകുന്ന പ്രധാന സാധനം ഒന്നുള്ളവനായ അങ്ങയെ പ്രാപിക്കുന്നവർക്ക് അങ്ങ് സത്യസ്വരൂപനാകുന്നു. അതുകൊണ്ട് അങ്ങയുടെ സ്ഥാനം ഏറ്റവും ശ്രേഷ്ഠമാകുന്നു എന്ന് ഭാഗവതം വെളിപ്പെടുത്തുന്നു. പിന്നെയോ ഭൂതോൽപത്തിക്കും മുൻകാലങ്ങളിലും എല്ലാം തന്നെ അങ്ങ് വർത്തിക്കുന്നത് കൊണ്ട് അങ്ങ് സത്യസ്വരൂപനാകുന്നു എന്നും പറഞ്ഞു. ലോകോത്പത്തിക്ക് മുമ്പും ലോകനാശത്തിന് ശേഷവും അങ്ങ് മാത്രമേ ഉണ്ടാകുന്നുള്ളത് കൊണ്ട് അങ്ങ് എപ്പോഴും
സത്യം സ്വരൂപ ത്രിസദ്ധ്യൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു എന്നുള്ള കാര്യവും ഇവിടെ പറയപ്പെടുകയാണ്. അതുകൊണ്ട് സത്യസ്വരൂപനായ അല്ലയോ ഭഗവാനെ, അങ്ങയെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പ്രണമിക്കുന്നു. നമസ്കാരം. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഭാർഗവനാകിയ രാമനെ പണ്ട് മാർഗവഴിയിലമ്മേ വധ ചെയ്ത് മാതാവിനുട കർമ്മം ചെയ്യുവാൻ മാമുനിയാകിയ രാമനെ പണ്ട് പ്രണവമൊരുവിട്ടു മണ്ണാറശാലയിൽ പ്രദക്ഷിണം ചെയ്തു വരും പ്രഭാതമേ. പ്രണവമൊരുവിട്ടു മണ്ണാറശാലയിൽ പ്രദക്ഷിണം ചെയ്തു വരും പ്രഭാതമേ. പല്ലവ പാണിയിൽ മലയാനിലൻ തീർത്ത വല്ലകിയോ നാദമലർമാല്യമോ നാമത്തിരുമാല്യമോ. പ്രണവമൊരുവിട്ടു മണ്ണാറശാലയിൽ പ്രദക്ഷിണം ചെയ്തു വരും പ്രഭാതമേ.